എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗിസൈഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ചെടികളിലെ വേര് ചീയലും അതുപോലെ തന്നെ ഈ ഇലയിലൊക്കെ ഉണ്ടാകുന്ന ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമ്മളൊരു ഫംഗിസൈഡ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് ഉള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ ഫംഗിസൈഡിനെ പരിചയപ്പെടുത്താനും അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ആണിത്. മഴയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവരുടെ ചെടികളിലും വരുന്ന ഒരു പ്രശ്നമാണ് ഈ വേരുചീച്ചിലും ഈ ഇലയിൽ കാണുന്ന ഈ കറുത്ത കുത്ത് മഞ്ഞളിപ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല പൂക്കളോടും കായ്ച്ചും ഒക്കെ നിൽക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം നമുക്കിപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ അതേ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ അകറ്റാനായിട്ട് നമ്മളിവിടെ ഒരു ഫംഗിസൈഡായിട്ട് എടുത്തിട്ടുള്ളത് സാഫാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് 100 രൂപയും അതേപോലെ 20 ഗ്രാമിൻ്റെ പാക്കറ്റിന് 35 രൂപയാണ് കേട്ടോ. ഞാനിവിടെ 20 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കവറുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സാഫ് നമ്മുടെ ചെടികൾക്ക് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതേ നമ്മളിത് കലക്കാനായിട്ട് ഒരു കപ്പിലേക്ക് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സാഫാണ് കേട്ടോ. അധികം ഇടരുത്, നമ്മളതിൻ്റെ അളവ് കാണിച്ചു തരാം. അപ്പോൾ ഈ സാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറ് ഇതേ നോക്കിക്കോ, ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്പൂണിൻ്റെ വളരെ കുറച്ച് 1/4 ഭാഗം മാത്രമേ നമ്മൾ ഈ പൊടി എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ 2 ഗ്രാം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അളവ് 1 ലിറ്റർ വെള്ളത്തിലേക്ക്. ഇത് നന്നായിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് കട്ട കുത്താതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് ലൈറ്റായിട്ടൊരു ബ്ലൂ കളറായിട്ട് കിട്ടും. ഇത് നമുക്ക് ചെടികളിലെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു സ്പ്രേ ചെയ്യുന്ന ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട്. അതിനുശേഷം നമുക്ക് ഏത് ചെടിയിലൊക്കെയാണോ കേടുകളുള്ളത്, കേടുകളില്ലെങ്കിലും നമുക്ക് മഴയുടെ മുന്നൊരുക്കങ്ങളായിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ റോസ് ചെടിയിലൊക്കെ നന്നായിട്ട് പൂ തൊട്ട് വേര് വരെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫംഗിസൈഡുകൾ 2 ടൈപ്പ് ഉണ്ട്, കോണ്ടാക്ട് ഫംഗിസൈഡും അതുപോലെ സിസ്റ്റമിക് ഫംഗിസൈഡും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട് ഫംഗിസൈഡ് നമ്മൾ ഏത് ഭാഗത്താണോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഏത് ഭാഗത്താണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഭാഗത്തെ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ. പക്ഷേ സിസ്റ്റമിക് ഫംഗിസൈഡ് നമ്മൾ മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ബാക്കിയുള്ള ഭാഗങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ളൊരു കഴിവ് സിസ്റ്റമിക് ഫംഗിസൈഡുകൾക്കുണ്ട്. അപ്പം നമ്മുടെ സാഫ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഫംഗിസൈഡാണ്, അതായത് സിസ്റ്റമിക് ഫംഗിസൈഡാണ്. ഇത് ചെടികളിലെ ലീഫിലും തണ്ടുകളിലൊക്കെ ഉണ്ടാവുന്ന ഹോളിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ ചെടികളിൽ ഉണ്ടാവുന്ന ഫംഗസ് രോഗങ്ങളെ അകറ്റും. അതായത് നമ്മുടെ സാഫ് നമ്മുടെ ചെടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ 1 തവണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു വട്ടം നമ്മൾ ചെടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മഴയുടെ സീസണായ കാരണം മഴവെള്ളമൊക്കെ വീണ് നമ്മുടെ ചെടികളിലെ ഇലകളൊക്കെ നശിച്ചു പോയി. അതേപോലെ തന്നെ പല കീടബാധകളും നമ്മുടെ ചെടികളിൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. കീടബാധ അതേപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ, ഈ ഇലകളൊക്കെ നമ്മുടെ ചട്ടിയുടെ ചോട്ടിൽ വീണ് ആ ഇലകൾ ചീഞ്ഞിട്ട് അതിൽ നിന്ന് ഫംഗസ് രോഗങ്ങൾ വന്ന് നമ്മുടെ ചെടികളെ മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഇതൊരാഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും നന്നായിട്ട് പൂവിടാനും കായ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വളം കൂടിയാണ് കേട്ടോ അത്. ബിഗോണിയ, 10 മണി അതേപോലെ അഡീനിയം അങ്ങനത്തെ ചെടികൾക്കൊക്കെ ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ മഞ്ഞളിക്കാനും അതിൽ ചെറിയ രീതിയിലുള്ള ഫംഗസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത്തരം ചെടികൾക്ക് ഈ സാഫ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. റോസ് ചെടിയിലായാലും അതിൻ്റെ ഇലയിൽ ഇങ്ങനെ കറുത്ത ഡോട്ട് വരിക, അതുപോലെ ഇല മഞ്ഞളിക്കുക, ഇല മുഴുവൻ കൊഴിഞ്ഞ് പോവുക, ഇതൊക്കെ നമ്മുടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഇത് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നിരീക്ഷിക്കുക.
വന്നതിന് ശേഷം ചെയ്യുന്നതിലും നല്ലത് നമ്മൾ വരുന്നതിന് മുമ്പേ നമ്മുടെ ചെടികൾക്കൊരു സംരക്ഷണം എന്ന രീതിയിൽ ഇങ്ങനത്തെ ഫംഗിസൈഡുകളും പെസ്റ്റിസൈഡുകളും അതേപോലെ ചെടികൾ നന്നായിട്ട് വളരാനുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ഈ രോഗം വന്നതിന് ശേഷം കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഗുണങ്ങൾ വളരെ പെട്ടെന്ന് കിട്ടണം എന്നില്ല. ചിലപ്പോൾ ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സാഫ് ചെടികളിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളെ വളർത്തുന്നവർക്കും പച്ചക്കറി വളർത്തുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് പൂച്ചെടികളിലും മാത്രമല്ല കേട്ടോ, അത് നമുക്ക് പച്ചക്കറികളിലും ലീഫി പ്ലാന്റ്സിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.